പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അന്വേഷണം നടത്താൻ വേണ്ടി ചെയ്യില്ലേ? ഒരു കാര്യം, ആ കാര്യം എന്താണെന്നൊന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും. വിജയകുമാറിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ കുറേ ഏജൻസികളെ വെച്ച് കുറേ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. ഞാൻ ചോദിക്കുന്ന വി ഡി സതീശനോട് നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ, അത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപത്തിൻ്റെ മേലെയാണ് അന്വേഷണം. വി ഡി സതീശ എന്തായത്? സോണിയാഗാന്ധിക്ക് നേരെ അന്വേഷണം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? കർണാടകത്തിലെ വിജയകുമാറിന് നേരെയുള്ള അന്വേഷണം ഏത് അടിസ്ഥാനത്തിലാണ്? ഒന്ന് അന്വേഷിച്ചിട്ട് പറയൂ. ഇതുപോലെ കോൺഗ്രസിൻ്റെ തമിഴ്നാട്ടിലെ നേതാക്കൾക്ക് നേരെ അന്വേഷണം ഉണ്ടല്ലോ, ഒന്ന് അന്വേഷിച്ച് പറയൂ. എന്നിട്ട് ഈ കാര്യങ്ങളിലേക്ക് കടക്ക്. ആദ്യം നിങ്ങളുടെ പാർട്ടിയുടെ പല നേതാക്കന്മാർക്ക് നേരെയും ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ അന്വേഷണത്തെക്കുറിച്ചൊന്നും പറയാനില്ല. എന്താ സോണിയാഗാന്ധിയുടെ നേരെ ഉയർന്നിട്ടുള്ള ആക്ഷേപം സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട്? അതിപ്പോഴെവിടെ കിടക്കുന്നു? പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എവിടെ കിടക്കുന്നു? ഒന്ന് അന്വേഷിച്ചിട്ട് പറയൂ. അതിനുശേഷം വി ഡി സതീശൻ പ്രതികരിക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി BJP ഇതര പാർട്ടികളെ ഭയപ്പെടുത്താൻ, കീഴ്പ്പെടുത്താൻ അവർ തെറ്റായിട്ടുള്ള വഴികൾ ഉപയോഗിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള തെറ്റായ നിലപാടുകളും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വി ഡി സതീശൻ അതൊന്ന് പഠിച്ചിട്ടൊന്ന് പറയും. വേറൊരു കാര്യം, അത് KSIDCയോട് ചോദിച്ചാലേ പറയാൻ പറ്റും. ഞാൻ KSIDCന്റെ MD അല്ല. വ്യവസായ KSIDC ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ അതിന്റെ MDയോട് ചോദിക്കൂ. അപ്പോൾ അവർ പറയും എന്തുകൊണ്ട് കൊടുത്തില്ല റിപ്ലൈ എന്നുള്ള കാര്യം. അതെങ്ങനെ ഞാൻ നിങ്ങളിപ്പോൾ ഒന്ന് ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയാൻ? വേറൊരു ചോദ്യം, ഈ പ്രതിപക്ഷ നേതാക്കളെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനത്തിനെതിരെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആര്? പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ഇതിന്റെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമില്ലേ? ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പി ജയരാജൻ പറയുന്നത്. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേൽ മർദ്ദനമേറ്റു മരിച്ച കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് കരുനാഗപ്പള്ളിയിൽ ഇന്ന് LDF ഹർത്താൽ ആചരിക്കുകയാണ്.